എനിക്ക് തെറ്റിയില്ല. രണ്ടാളും 4 കാലിലാ വരുന്നത്. രണ്ടുപേർക്കും നടക്കാൻ പോലും വയ്യ. പിഴിക്കണ്ട, വിട്. ഞാൻ നമുക്ക് ബസ്സിൽ പോവാമേ. ബാഗൊക്കെ എടുക്കാം. ഞാൻ ഈ കാറിൽ തന്നെ അടിച്ചടിച്ചു പോവും. മദ്യപിച്ച ഡ്രൈവറുടെ കൂടെയുള്ള യാത്ര ഒട്ടും സേഫ് അല്ല. ഇയാൾ കണ്ടമാനം കുടിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഗ്ലാസ് ബിയർ പോലും കുടിക്കാത്ത എന്നെ കുറിച്ച് തോന്നിയ ദിവസം പറയുന്ന മദ്യം ഞാൻ കൈ കൊണ്ട് പോലും തൊടില്ല. പിന്നെ തന്റെ കൈ ഇരിക്കുന്ന എന്താ? പാൽപ്പായസാണോ? അച്ഛനെ പിന്നെയും കുടിപ്പിക്കാനാണോ തന്റെ ഭാവം? വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. മദ്യവിരുദ്ധ സമിതിയുടെ സോഷ്യൽ മീഡിയ സെല്ലിൽ ആക്റ്റീവ് മെമ്പറാണ് ഞാൻ. മനുഷ്യനെ മൃഗമാക്കുന്ന വിഷമായ മദ്യത്തിനെതിരെ ആഞ്ഞടിക്കുന്നവനാണ് ഞാൻ. ശരിയാ, താൻ ആഞ്ഞടിക്കുന്നവനാ. എനിക്കത് മനസ്സിലായി. താൻ ഒരു മഹാകുടിയനാണെന്ന് തന്റെ നിൽപ്പും ഭാവം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ തന്നെ അച്ഛനേക്കാൾ കൂടുതൽ ഫിറ്റ് താനാ. ആഹാ, ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കാം. എന്നാ തെളിയിക്ക്. ശരി, തന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മദ്യപിച്ചിട്ട് വൃത്തിയോടെ കാണിക്കുന്നോ? ലഹരി കൊണ്ട് തന്നെ സമനില തെറ്റിയോ? അയ്യടാ, ഞാൻ മോഹം കൊണ്ടതേ താൻ ഉദ്ദേശിച്ച പരിപാടിക്കല്ല. മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ തന്റെ മുഖത്തേക്ക് ഊതാമെന്നോ? പറ, ഞാൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുമില്ല, രാവിലെ പല്ല് തേച്ചിട്ടുമില്ല. മദ്യപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ശ്രമിച്ചു, പക്ഷെ പല്ല് തേച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അതെനിക്ക് കടുത്ത അപമാനമായി പോയി. എങ്കിലേ കണക്കായി പോയി. സഹിച്ചോ മോളെ? മതി വഴക്കുണ്ടാക്കിയത്, നമുക്ക് പോവാം. ദേ വണ്ടി കേറ്.